കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അധ്യാപകരെ കൂട്ടമായി സ്ഥലം മാറ്റിയതിനെ തുടർന്ന് അധ്യയനം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. സർക്കാർ ഉത്തരവിനെതിരെ സമരവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. എന്നാൽ പ്രതിസന്ധിക്ക് ഒരു മാസത്തിനുള്ളിൽ പരിഹാരമുണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. തസ്തികകൾ ഒഴിഞ്ഞുകിടക്കെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പുതിയ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള കൂട്ട സ്ഥലമാറ്റം. ഇതോടെ പലപ്പോഴും ക്ലാസുകൾ മുടങ്ങുന്നതായാണ് വിദ്യാർത്ഥികളുടെ പരാതി. നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അധ്യാപകരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ്. ഓൾറെഡി ഓരോ ഡിപ്പാർട്ട്മെന്റിലും 250 വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരില്ല. ആ ഒരു നിലയിലാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളായിട്ടുള്ള ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പാത്തോളജി തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് കാര്യമായിട്ട് അധ്യാപകരെ സ്ഥലം മാറ്റിയിട്ടുള്ളത്. അതിന് പുറമെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റായിട്ടുള്ള ഡെർമറ്റ് അതുപോലെ തന്നെയുള്ള സെക്ഷനുകളിൽ നിന്നും ഒരുപാട് ഡോക്ടർമാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഓർഡറുകൾ വന്ന് കിടക്കുന്നുണ്ട്. എന്നാൽ പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായാണ് സർക്കാർ ഉത്തരവെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ വാദം. കുറച്ച് വേക്കൻസി നമുക്കുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി വരുന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് പുതിയ കോളേജ് വന്നപ്പോഴത്തേക്കുള്ള ഒരു സ്റ്റാഫ് കറക്ഷൻ വരുന്നത് കൊണ്ടുള്ള ചെറിയൊരു സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സമയം ഈ മന്തിൽ ഈ ട്രാൻസ്ഫർ ഔട്ട് ചെയ്തു പോകുന്നതുകൊണ്ട് ആ ട്രാൻസ്ഫറിനായിട്ട് വരുന്ന ആ ഒരു എക്സാക്റ്റ് നമ്പർ നോക്കുമ്പോൾ ഇത്രയും ഷോർട്ടേജ് കാണും. പക്ഷേ ഷോർട്ടേജ് അത് എഫക്റ്റീവ് ഷോർട്ടേജ് അല്ല, ആ ഷോർട്ടേജ് കറക്റ്റബിൾ ഷോർട്ടേജാണ്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പരിശോധനയുടെ പേരിൽ നടന്ന സ്ഥലം മാറ്റങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ബാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി KGM CTAയും രംഗത്തെത്തി. റിപ്പോർട്ടർ, കോഴിക്കോട്.